അല്ല, ഒന്ന് ഈ റവാഡ ചന്ദ്രശേഖരന്റെ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ആരോപണം ഈ കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ കാലത്ത് അദ്ദേഹത്തിന് ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനാണെന്നുള്ളത്. സൂപ്രണ്ട് അന്ന് അദ്ദേഹം തലശ്ശേരി ASP ആയിരുന്നു, അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ചുമതല ഉണ്ടായിരുന്നത് വസ്തുതയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അതിൽ പഴിചാരുന്നതിൽ ഒരു അർത്ഥവും ഉണ്ടാകത്തില്ല. കാരണം വെച്ചാൽ അത് സ്വാഭാവികമായിട്ടൊരു ജൂനിയർ ആയിട്ടുള്ള ഒരു IPS ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ പദവിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വെടിവെക്കാനുള്ള ഓർഡർ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കത്തില്ല. അത് പല ഘട്ടങ്ങളിൽ പല IPS ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്തരം നടപടികളിലൂടെ കടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് അവരെ അതിന്റെ കരിയറിനെ ബാധിക്കത്തക്ക രീതിയിൽ നമുക്ക് അളവുപോലിട്ട് നിർവചിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. നല്ലൊരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹം ഇതുപോലൊരു കീ പോസ്റ്റിലേക്ക് വരുന്നത് കേരളത്തിനെ സംബന്ധിച്ച് വളരെയധികം ആൾക്കാർ സ്വാഗതം ചെയ്തു. കാരണം വെച്ചാൽ ഇവിടെ മാധ്യമങ്ങൾ കൊട്ടിക്കൊഴിച്ചത് പിന്നെ DGP ആയിട്ട് അജിത് കുമാറിനെ കൊണ്ടുവരുമെന്നുള്ളതായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനോട് ശ്രമിക്കുന്നു. അതുപോലെ UPSC ലിസ്റ്റിൽ നിന്ന് അവർ തഴഞ്ഞെങ്കിലും അദ്ദേഹത്തിനെ വീണ്ടും ആ ചാർജിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള നുണക്കഥകൾ മാധ്യമങ്ങളിൽ ഒരുപാട് പ്രചരിപ്പിച്ചു. ഇത്തരം കള്ളക്കഥകൾക്കൊന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സാധാരണ മറുപടി കൊടുക്കാറില്ല. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലായിട്ടില്ലേ, ഈ സർക്കാരിനെയും പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന് എതിരെ നടത്തുന്ന പല കഥകളും അതെല്ലാം മാനേജർ ഉണ്ടാക്കുന്നതാണെന്നുള്ളത് ജനങ്ങൾക്ക് വളരെ എന്താ പറയാ സ്വാഗതാർഹമായ രീതിയിൽ അവർ സ്വീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ റവാഡ ചന്ദ്രശേഖരനെ സർക്കാർ പരിഗണിക്കുന്നുള്ള ഒരു വാർത്തകൾ സാധാരണ രീതിയിലുള്ള മാധ്യമങ്ങളൊന്നും കൊടുത്തില്ല. അവരെല്ലാം ഈ അജിത് കുമാറിന്റെയും മനോജ് എബ്രാഹിമിന്റെയും ഒക്കെ പുറകിലായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിസഭ തീരുമാനമെടുത്ത് റവാഡ ചന്ദ്രശേഖരനെ പോലെയുള്ള കഴിവ് തെളിയിച്ച വളരെ സൗമ്യനായ വളരെ സോബറായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥരെ കേരളത്തിന്റെ DGP ആയിട്ട് നിയോഗിക്കാനായിട്ട് തീരുമാനിച്ചത് വളരെ സ്വാഗതാർഹമാണ്. അവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സർക്കാരിന്റെ ഒരു ഇച്ഛാശക്തി എന്ന് പറയുന്നത്. ഏറ്റവും ട്രാക്ക് റെക്കോർഡുള്ള ഏറ്റവും നല്ല മനുഷ്യത്വമുള്ള നല്ല രീതിയിലുള്ള അപ്ഡേറ്റഡ് മൈൻഡഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനെ ആ കീ പോസ്റ്റ് കൊണ്ടുവരാനായിട്ട് സർക്കാർ എടുത്ത ഈ നടപടിയെ ഏറെ അഭിനന്ദനം അർഹിക്കുന്നത്. യാതൊരു തർക്കമല്ല കാര്യത്തിൽ. അതാണ് നമ്മൾ ഒന്നുകൂടെ മനസ്സിൽ ഞാൻ ആവർത്തിച്ച് പറയാം, ഈ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് കെട്ടിച്ചമയ്ക്കുന്ന ക്രിയേറ്റഡ് ആയിട്ടുള്ള കള്ളക്കഥകൾക്ക് ഇനിയെങ്കിലും ഒരു അവസാനം ഉണ്ടാക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിക്കണം. കാരണം കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ റിട്ടയർ ചെയ്യുന്ന DGP എന്ന് പറഞ്ഞതെന്താ, ഇന്ത്യയിലെ നമ്പർ 1 പോലീസാണ് കേരള പോലീസ് മാതൃകയാണ്, ഏറ്റവും നല്ല പോലീസാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് അദ്ദേഹം പറയാൻ ബാധ്യസ്ഥനാണെന്നുള്ള നിർവചനം വന്നേക്കാം. പക്ഷെ എങ്കിലും വസ്തുതാപരമായിട്ടുള്ള വിലയിരുത്തൽ ആണ് അത് നമ്മുടെ കേരള പോലീസ് അന്തസ്സാണ്. നമ്മുടെ പോലീസിന്റെ തെറ്റുകളെ വിമർശിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത് വിമർശിക്കണം. പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ആ കാര്യത്തിൽ മുന്നിലാണ്, അതിലൊന്നും തെറ്റു പറയാൻ പറ്റത്തില്ല. പക്ഷെ നുണക്കഥകൾ പറഞ്ഞ് പോലീസിന്റെ നിർവീര്യം അല്ല അവരുടെ മനസ്സിനെ ഡീഗ്രേഡ് ചെയ്യുന്നതിനോട് നിന്നും മാധ്യമങ്ങൾ കുറച്ചൊക്കെ മാറി വരണം. തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക. പ്രത്യേകിച്ച് പോലീസ് ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപെടുന്ന ഒരു സേനയാണ്. അവരുടെ മനസ്സിന്റെ അല്ലെങ്കിൽ അവരുടെ മൊറലിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകൾ ചമയ്ക്കാതിരിക്കുക. പോലീസ് എന്ന് പറയുന്നത് മറുപടി പറയാൻ പറ്റാത്തൊരു സേനയാണ്, റേഡിയോ പോലെയാണ്. അവർ കേൾക്കുക മാത്രമേ ഉള്ളൂ, അവർക്ക് മറുപടി പറയാനുള്ള സാഹചര്യമില്ല. കാരണം അച്ചടക്കമുള്ളൊരു സേനാവിഭാഗ പോലീസും. അപ്പൊ അവരെ നമ്മൾ ആക്രമിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. നമ്മളിവിടെ രാത്രികാലങ്ങളിലും പകലും സുരക്ഷിതമായിട്ട് ജീവിക്കുന്നത് ഈ പോലീസ് ഉണർന്നിരിക്കുന്നതുകൊണ്ടാണ്. എത്രയോ നല്ല വാർത്തകൾ ഇപ്പൊ തന്നെ പത്തനംതിട്ടയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്ത വല്ലാതെ നമ്മളെ മാനസികമായ സന്തോഷം ഉണ്ടാക്കി. ഒരു രോഗി രക്തം എന്താ പറയുക ഛർദ്ദിക്കുകയോ അല്ലെങ്കിൽ രക്തം വാർന്നൊഴുകുന്ന ഒരു രോഗിയെ വാഹനം പോലും കിടക്കാത്ത സ്ഥലത്തേക്ക് അവർ ഫോൺ ചെയ്തനുസരിച്ച് ആ പോലീസ് ഓടിയെത്തി അവരെ എടുത്തുകൊണ്ട് മെഡിക്കൽ കോളേജിൽ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ട് അവർ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള പോലീസുകാരെ ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ട്. നമ്മുടെ അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ സേനയെ കുറിച്ച് പറയാൻ പറ്റും. ആ സേനയെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കഴിവാണ് ഒരു പരിധിവരെ. അതുപോലെ തന്നെ അതിന്റെ മുഴുവൻ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പിന്റെയും കടമയാണ്, അല്ലെങ്കിൽ അവരുടെ ക്രെഡിറ്റ് ആണ് ഒരു പോലീസുകാരൻ നന്നായിട്ട് പോകാൻ പോലും. ആ കാര്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിനെ വളരെ വണ്ടർഫുൾ ആയിട്ട് തന്നെ നയിക്കുന്നുണ്ടെന്നുള്ള ഒരു വസ്തുതയാണ്. എന്തായാലും റവാഡ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സൗമ്യനായ മാന്യനായ ഏറ്റവും മനുഷ്യത്വമുള്ള മനുഷ്യരോടൊപ്പം നിൽക്കുകയും നിയമത്തെ കൃത്യമായ രീതിയിൽ പാലിക്കുകയും ചെയ്യുന്ന ആ ഉദ്യോഗസ്ഥനെ കേരളത്തിലെ DGP ആയി സംസ്ഥാന സർക്കാർ നിയോഗിച്ചതിൽ അഭിനന്ദനം അർഹിക്കുന്നു. അത് ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സന്ദേശമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.